Good afternoon, dear students. Here I am, Bashir Sir, joining with you by the social science class of the 5th standards. Hopes you are fine and safe. And now we are discussing the 5th standards social science. In the previous class, we have already discussed the first chapter, A Road to History. And now, in this class, we are just entering to the second part of this class. And in the previous class, we have already discussed about the importance of history. And we have said about the definition of history. What we have said earlier, history is the record of the progress that human beings acquire down the ages. Did you understood? Okay, it is the definition of history. And we said that through the historical inquiries, we are getting the information on the food habits, dress, dwelling places, occupation, and administrative system of different ages. Aren't you? Okay. Then today, in this class, we have mainly 3 subjects and 3 matters to be discussed. First one, prehistoric period. Second one, historic period. And the third one, the importance of preservation of historical remains. Are you okay? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ എ റോഡ് ടു ഹിസ്റ്ററി, ചരിത്രത്തിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗമാണ് ചർച്ച ചെയ്തത് അല്ലേ? ഈ ഒരു ഭാഗത്ത് നമ്മൾ ചരിത്രം എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്ററി ഇതാണ് ചർച്ച ചെയ്തത്. ചരിത്രങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിന് നമ്മൾ ഏതെല്ലാം വിധങ്ങളിലൂടെയാണ്, ഏതെല്ലാം സ്രോതസ്സുകളിലൂടെയാണ് അവർ ശേഖരിക്കപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. അതിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു, റിട്ടൺ റെക്കോർഡ്സിലൂടെയാണ് നമുക്ക് ചരിത്ര ശേഷിപ്പുകളെ സംബന്ധിച്ച്, ചരിത്ര വസ്തുതകളെ സംബന്ധിച്ചുള്ള ഇൻഫോർമേഷൻസ്, അറിവ്, നോളേജ് ലഭ്യമാവുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് that we are getting the informations about the historical remains or historical monuments or historical matters orally from the persons. വിവിധ വ്യക്തികളിൽ നിന്ന് നമുക്ക് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നും നമ്മൾ സംസാരിക്കും. ആൻഡ് ഫൈനലി വി ഹാവ് റീച്ച്ഡ് ടു ദ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി. വാട്ട് ഇറ്റ് വാസ്? History is the record of the progress that human beings acquire down the ages. കാലങ്ങളിലായി മാനവിക സമൂഹം നേടിയെടുത്ത പുരോഗതിയുടെ റെക്കോർഡ്സിനെയാണ്, രേഖകൾക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നാളുകൾക്കപ്പുറത്ത് മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിത വ്യവസ്ഥയിൽ, അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ, അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ എല്ലാം മാനവിക സമൂഹം വിവിധങ്ങളായ ഡെവലപ്മെൻറ്റ്സ്, പുരോഗതികൾ, പ്രോഗ്രസ്സുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അവയുടെ റെക്കോർഡുകൾക്കാണ്, രേഖകൾക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ദെൻ നൗ ഇൻ ദിസ് ക്ലാസ് വി ആർ എൻട്രിങ് ടു ദി ന്യൂ ടോപ്പിക്. വാട്ട് ഈസ് ഇറ്റ്? പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ചരിത്രാതീത കാലഘട്ടം എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ആർ യു ഓക്കെ? Then please look the page number 9. There you can see the subtitle Prehistoric Period. You have mainly used the written records and documents to prepare the history of your school, haven't you? What sources can be used to draw out information on human life that existed before the beginning of the art of writing? We said that we are getting the knowledge, information about a particular subject or particular matter or particular historical thing by written records. എഴുതപ്പെട്ട രേഖകളിൽ നിന്നാണ് നമുക്ക് ചരിത്ര സംഭവങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ ലഭ്യമാവുന്നത്, വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ സാധ്യമാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങളുമെല്ലാം നമ്മൾ ശേഖരിച്ചത് ആ വഴിയിലൂടെ തന്നെയാണ്.
എന്നാൽ മനുഷ്യ സമൂഹം എഴുത്തെന്ന് പറയുന്ന ഒരു കലയെ, ഒരു ആർട്ടിനെ തുടങ്ങുന്നതിന് മുമ്പ്, ആവിഷ്കരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച്, വസ്തുതകളെക്കുറിച്ച്, വിവരണങ്ങളെ സംബന്ധിച്ച് നമുക്ക് എവിടെ നിന്നാണ്, ഏത് സോഴ്സുകളിൽ നിന്നാണ്, ഏത് സ്രോതസ്സുകളിൽ നിന്നാണ് വിവരണങ്ങൾ ലഭിക്കുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അറിയോക്കെ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വാട്ട് സോഴ്സസ് ക്യാൻ ബി യൂസ്ഡ്, എന്തെല്ലാം സോഴ്സുകളാണ്, സ്രോതസ്സുകളാണ് ഉപയോഗിക്കപ്പെടുന്നത് ടു ഡ്രോ ഔട്ട് ഇൻഫോർമേഷൻ ഓൺ ഹ്യൂമൻ ലൈഫ്, മാനവിക സമൂഹത്തിൻ്റെ, മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മേലിലുള്ള അറിവുകളെ ശേഖരിക്കുന്നത്, അതിനെ സംബന്ധിച്ചുള്ള അറിവുകളെ കളക്ട് ചെയ്യുന്നതിന്. ദാറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്, ആ മനുഷ്യ ജീവിതങ്ങളെല്ലാം നിലനിന്നിരുന്നത് എഴുത്തെന്ന് പറയുന്ന ഒരു ശീലം, ഒരു ആർട്ട്, ഒരു കല മാനവിക സമൂഹം, മനുഷ്യ സമൂഹം ഉപയോഗപ്പെടുത്തുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ എഴുത്ത് തുടങ്ങുന്നതിന് മുമ്പേയുള്ള കാലഘട്ടത്തിലും മനുഷ്യൻ ജീവിച്ചു പോയിട്ടുണ്ട്, അല്ലേ? കാലങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. അന്നൊന്നും എഴുത്തുണ്ടായിരുന്നില്ല, വായനയുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ജീവിതങ്ങളെ സംബന്ധിച്ച് ഉള്ള വിവരണങ്ങൾ, ഇൻഫോർമേഷൻസ് ലഭ്യമാവുന്നതിന് ഏതെല്ലാം സോഴ്സുകൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ചർച്ച. അറിയോക്കെ? മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, then you look the second paragraph there. The remains of the materials that human beings of those ages made and used help us to construct knowledge on those periods. Then how we will get the information about that period? How we can collect the knowledge about that period? How we can study about that period? Which are the sources? From that we can collect the ideas. That we are saying, the remains of the materials that human beings of those ages made and used. ആ കാലഘട്ടങ്ങളിലെ സമൂഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവർ ഉണ്ടാക്കുകയും അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്ന വസ്തുക്കൾ, അവയുടെ റിമൈൻസ്, അവയുടെ ശേഷിപ്പുകൾ, ഇവയിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു? നമുക്ക് അറിവുകളെ ശേഖരിച്ചെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ദ റിമൈൻസ് ഓഫ് ദി മെറ്റീരിയൽസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ഓഫ് ദോസ് ഏജസ് മെയ്ഡ്, ആ കാലഘട്ടങ്ങളിലെ മനുഷ്യർ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ആൻഡ് യൂസ്ഡ്, അവർ ഉപയോഗിക്കുകയും ചെയ്ത വസ്തുക്കളുടെ ശേഷിപ്പുകൾ, ഹെൽപ്ഡ് അസ്, അവ നമ്മളെ സഹായിക്കുന്നു ടു കൺസ്ട്രക്ട് നോളേജ് ഓൺ ദോസ് പീരീഡ്സ്, ആ കാലങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെ ശേഖരിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ, ക്രിയേറ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. എ ഫ്യൂ സച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ ചില ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ചില വസ്തുക്കളെ കാണാൻ സാധ്യമാകുന്നതാണ്. ഓക്കെ, ദെൻ വി ആർ ഫൈനലൈസിങ് ടു ദി പോയിന്റ്. നമ്മളൊരു പ്രത്യേക പോയിന്റിലേക്ക് വരികയാണ്. എന്താണ്? ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. നമ്മുടെ സബ് ടൈറ്റിൽ എന്തായിരുന്നു? പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നതായിരുന്നു, അല്ലേ? ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്? ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തെന്ന് പറയുന്ന ആർട്ട്, കല രൂപപ്പെട്ടു വരുന്നതിന് മുമ്പേയുള്ള കാലഘട്ടത്തിനാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ ചരിത്രാതീത കാലഘട്ടമെന്ന് പറയുന്നത്. അറിയോക്കെ? ദെൻ യു ഹാവ് ടു ബൈ ഹേർട്ട് ആൻഡ് സ്റ്റഡി ദ പോയിന്റ്. ദ പീരീഡ് ബിഫോർ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് വാട്ട്? Prehistoric period. Then you please look the page number 10. There you can see some things. What are stone tools used during the prehistoric period? ചരിത്രാതീത കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസാണ്, ശില ആയുധങ്ങൾ. ഇവയിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിലെ സമൂഹം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ദെൻ സെക്കൻഡ് തിങ് ഇറ്റ് ഈസ് കേവ് പെയിൻറ്റിങ്സ്, ബിംബേദ്ക. കേവ് പെയിൻറ്റിങ്സ് ആണ് ഗുഹാ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിൽ നിന്ന് ആ സമൂഹത്തിൻ്റെ സംസ്കാരവും ജീവിതവും അവരുടെ സമീപന രീതികളും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സർവത്ര വിവരങ്ങളും ശേഖരിച്ചെടുക്കാൻ നമുക്ക്
സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ വി സെഡ് ദാറ്റ് വാട്ട് ഈസ് ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നത് നമ്മൾ ചർച്ച ചെയ്തു. ദെൻ നൗ വി ആർ ഡിസ്കസിങ് ഹിസ്റ്റോറിക് പീരീഡ്. വാട്ട് വാസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്? എഴുത്തെന്ന് പറയുന്ന ഒരു ആർട്ട് രൂപപ്പെട്ടു വരുന്നതിന് മുമ്പേയുള്ള കാലഘട്ടത്തെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഹിസ്റ്റോറിക് പീരീഡ്. ദർ യു ലുക്ക് ദ പേജ് നമ്പർ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വീക്ഷിക്കുക. ദർ യു ക്യാൻ സീ ബുക്സ്, ഏർലി കോയിൻസ്, പാം ലീവ്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്. പുസ്തകങ്ങൾ, നാണയങ്ങൾ, പുരാതന കാലങ്ങളിൽ പഴയ കാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, അതുപോലെ തന്നെ എഴുത്തോലകൾ. ദെൻ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, ശിലാലിഖിതങ്ങൾ, കല്ലുകളിൽ കൊത്തിവെച്ച എഴുത്തുകൾക്കാണ് ശിലാലിഖിതങ്ങൾ അല്ലെങ്കിൽ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. These sources provide written information and they help to record history along with the sources from the prehistoric period. Okay, these sources, ഈ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? ബുക്സ്, ഏർലി കോയിൻസ്, പാം ലീവ്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, പുസ്തകങ്ങൾ, നാണയങ്ങൾ, എഴുത്തോലകൾ, അതുപോലെ തന്നെ ശിലാലിഖിതങ്ങൾ. ഇവയെല്ലാം പ്രൊവൈഡ് റിട്ടൺ ഇൻഫോർമേഷൻ, അവ എഴുതപ്പെട്ട ലിഖിതമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നു. ആൻഡ് ദേ ഹെൽപ്പ്, അവ നമ്മെ സഹായിക്കുന്നു ടു റെക്കോർഡ് ഹിസ്റ്ററി അലോങ് വിത്ത് ദ സോഴ്സസ് ഫ്രം ദി പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിലുണ്ടായിരുന്ന വിവരണങ്ങളോട്, അറിവുകളോട് കൂടെ തന്നെ നമുക്ക് ഹിസ്റ്ററിയെ റെക്കോർഡ് ചെയ്തു വെക്കാൻ ഈ സോഴ്സുകൾ കൂടി സഹായിക്കുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സോഴ്സുകളോടുകൂടെ തന്നെ ഈ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന അറിവുകളോടും കൂടെയാകുമ്പോൾ ഇവയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഹിസ്റ്ററിയെ റെക്കോർഡ് ചെയ്തു വെക്കാൻ നമുക്ക് സാധ്യമാകുന്നു. ദെൻ വി ആർ ഫൈനലൈസിങ് and we are reaching to the next point, that what is the historic period. The period with written record is known as the historic period. റിട്ടൺ റെക്കോർഡ്സോടുകൂടെയുള്ള, ലിഖിതമായ റെക്കോർഡുകളോടുകൂടെയുള്ള കാലഘട്ടത്തെയാണ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ടു മെയിൻ പോയിൻറ്റ്സ്, ദാറ്റ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് prehistoric period and what is the definition of historic period. Then I am repeating once more, what is the prehistoric period? The period before the formation of art of writing is known as prehistoric period. എഴുത്തെന്ന് പറയുന്ന കല മുന്നോട്ട് വരുന്നതിന് മുമ്പ്, അത് ആവിഷ്കരിക്കപ്പെടുന്നതിന് മുമ്പ്, മനുഷ്യൻ എഴുതി തുടങ്ങുന്നതിന് മുമ്പെയുള്ള കാലഘട്ടത്തെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ്, എഴുതപ്പെട്ട രേഖകളോടുകൂടെയുള്ള കാലഘട്ടത്തിനാണ് ഹിസ്റ്റോറിക് പീരീഡ് എന്നും പറയുന്നത്. ദെൻ പ്ലീസ് ലുക്ക് ദ പേജ് നമ്പർ 11. There you can see the next heading, let us preserve the historical remains. എന്ത് ചെയ്യാം? നമുക്ക് ചരിത്രശേഷിപ്പുകളെ പ്രിസർവ് ചെയ്യാം, സംരക്ഷിക്കാം. യു വുഡ് ഹാവ് എയ്തർ വിസിറ്റഡ് എ മ്യൂസിയം ഓർ ഹേർഡ് ഓഫ് ഇറ്റ്, വുഡൻ യു? നിങ്ങൾ ചില മ്യൂസിയങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചരിത്രശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ കേൾക്കുകയോ അല്ലെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഡിഡ് യു ഹാവ് വിസിറ്റഡ് മ്യൂസിയംസ്? യെസ്, സോ മെനി പേഴ്സൺസ് ഫ്രം യു, they have visited museums. Okay, then what are the objects preserved in a museum? ഒരു മ്യൂസിയത്തിൽ എന്തെല്ലാം വസ്തുക്കളാണ് സംരക്ഷിക്കപ്പെടുന്നത്? A museum keeps the objects or their remains that were once used by men. മനുഷ്യർ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ അവയുടെ ശേഷിപ്പുകളോ ആണ് മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചു വരുന്നത്. They are preserved because they give much valuable information on past of human life. Then did you have thought about for what purpose these are preserved? ഇതെന്തിനു വേണ്ടിയാണ് ഇവയെല്ലാം സംരക്ഷിച്ചു വരുന്നത്? ഈ മ്യൂസിയങ്ങളിൽ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ലക്ഷ്യം? ദേ ആർ പ്രിസേർവ്ഡ്, അവ സംരക്ഷിക്കപ്പെടുന്നു ബിക്കോസ് ദേ ഗീവ് മച്ച് വാല്യബിൾ ഇൻഫോർമേഷൻ, അവ വളരെ മൂല്യമുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് നൽകുന്നു. എന്തിനെ സംബന്ധിച്ച്? ഓൺ ദ പാസ്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മാനവിക സമൂഹത്തിൻ്റെ ഗതകാലങ്ങളിൽ കഴിഞ്ഞുപോയ ചരിത്രങ്ങളെ സംബന്ധിച്ച്, വിവരണങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ,
ബിസൈഡ്സ് ദീസ് ഒബ്ജക്ട്സ്, ഈ വസ്തുക്കൾക്ക് പുറമെയായിട്ട് മോണുമെൻറ്റ്സ് ലൈക്ക് ഫോർട്ട്സ്, പാലസസ്, ഓൾഡ് ബിൽഡിങ്സ് എക്സെട്ര ആർ പ്രിസേർവ്ഡ് ബിക്കോസ് ഓഫ് ദെയർ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അവയുടെ ശേഷിപ്പുകൾ സൂക്ഷിച്ചു വെക്കുന്നു എന്ന്, അല്ലേ? അതിനു പുറമെ മോണുമെൻറ്റ്സ് ലൈക്ക് ഫോർട്ടുകളെപ്പോലെ, കോട്ടകളെപ്പോലെയുള്ള ചരിത്രശേഷിപ്പുകൾ, അതുപോലെ തന്നെ പാലസസ്, കൊട്ടാരങ്ങൾ, ഓൾഡ് ബിൽഡിങ്സ്, പഴയ പുരാതന ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ, ഇവയെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് സംരക്ഷിക്കപ്പെടുന്നത്? ബിക്കോസ് ഓഫ് ദെയർ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, അവയുടെ ചരിത്രപരമായ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെല്ലാം സംരക്ഷിച്ചു പോരുന്നു. നിങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള പഴയ പുരാതന കാലത്തുണ്ടായിരുന്ന രാജവംശം, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കൊട്ടാരങ്ങളും അവരുടെ കോട്ടകളും ഒക്കെ കാണാൻ കഴിയും, അല്ലേ? പാലക്കാട് കോട്ടയുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് പോയി കഴിഞ്ഞാൽ അവിടെ കോട്ടയുണ്ട്, കണ്ണൂർ കോട്ടയുണ്ട്, അതുപോലെ തന്നെ കൊട്ടാരമുണ്ട്. അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും പോയി കഴിഞ്ഞാൽ കോട്ടകളും പഴയ കാലങ്ങളിലുണ്ടായിരുന്ന, മൈസൂർ പോയി കഴിഞ്ഞാൽ അവിടെ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കൊട്ടാരങ്ങളുണ്ട്, അല്ലേ? ഇതെല്ലാം ചരിത്രശേഷിപ്പുകളായിട്ട് ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്നു. കാരണം അവയ്ക്കൊക്കെ ചരിത്ര പ്രാധാന്യമുണ്ട്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ പാലക്കാട് ഫോർട്ടിൻ്റെ, പാലക്കാട് കോട്ടയുടെ, ടിപ്പുവിൻ്റെ കോട്ടയുടെ ചിത്രമാണ് നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ദിസ് ഈസ് ഫോർട്ട് ഇൻ പാലക്കാട്. ഇറ്റ് ഈസ് മോർ ദാൻ 200 years ഓൾഡ്. 200 വർഷത്തിലധികം പഴക്കമുള്ള കോട്ടയാണത്, അല്ലേ? വി സ്റ്റിൽ പ്രിസേർവ് ഇറ്റ്. വൈ ആർ ദ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് പ്രിസേർവ്ഡ്? ഡിസ്കസ്. നമ്മൾ ഇന്നും അവയെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇവ സംരക്ഷിക്കപ്പെടുന്നത് എന്നതിൻ്റെ പേരിൽ നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കാം എന്നുള്ളതാണ്. വിസിറ്റ് പ്ലേസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ഇറ്റ്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് അവസാനമായി പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ദെൻ ഐ ആം ആൾസോ വൺസ് മോർ റിപ്പീറ്റിംഗ് ദ പോയിന്റ്സ്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് prehistoric period, and then second one historic period, and the third one preservation of the historical remains. Hopes that you have understood all the matters, all the subjects that we have discussed today. Okay, then we can meet again in the next class. Thank you. Have a nice day.